നമസ്കാരം. ക്ലോസ് ആൻഡ് കൗണ്ടറിലേക്ക് വീണ്ടും സ്വാഗതം. CPIM സംസ്ഥാന സമിതി അംഗം MM മണിയാണ് ക്ലോസ് ആൻഡ് കൗണ്ടർ. വളരെ നന്ദി സർ. ജില്ലാ സെക്രട്ടറിയായി 27 വർഷം പിന്നിട്ടിട്ട് ഇപ്പോൾ പടിയിറങ്ങുകയാണ്. അടുത്ത പ്രവർത്തന മേഖല ഏതാണ്? അടുത്ത പ്രവർത്തന മേഖല സംസ്ഥാന കമ്മിറ്റി അംഗമെന്ന നിലയിൽ പ്രവർത്തിക്കും. മണിയാശാൻ സംസ്ഥാന സമിതി അംഗമായതിനു ശേഷം നിരവധി പേർ സംസ്ഥാന സമിതി അംഗമാവുകയും അവരെല്ലാം തന്നെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കുറെ കൂടി വിപുലമായൊരു പ്രവർത്തന മേഖല നേടുകയും ചെയ്തു. എന്തുകൊണ്ട് മണിയാശാൻ ഇടുക്കി വിട്ട് പുറത്തേക്ക് പോയില്ല? ഞാൻ ഇടുക്കി ഒരു പ്രത്യേക മേഖലയല്ലേ, മലയോര പ്രദേശമല്ലേ. പിന്നെ ഭാഷ തന്നെ ന്യൂനപക്ഷ ഭാഷയുണ്ട്, തമിഴ്, മലയാളം, പിന്നോക്ക ജില്ല, എല്ലാ രംഗത്തും പിന്നോക്കമാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പാർട്ടി പ്രവർത്തനം നടത്തുക എന്ന് പറഞ്ഞാൽ അത് കേന്ദ്രീകരിച്ച് ഇവിടെ നിൽക്കാതെ യാതൊരു ഒഴിവുമില്ല. മണിയാശാനെ സംബന്ധിച്ചിടത്തോളം ആളുകളെ ആവേശഭരിതരാക്കുന്ന പ്രസംഗം നടത്താൻ കഴിയുന്നയാളാണ്. അങ്ങനെ ഒരാളെ ഇടുക്കിയിൽ മാത്രമായി, ഇടുക്കി ഒരു പ്രത്യേക സാഹചര്യമുള്ള സ്ഥലമാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നു എങ്കിൽ തന്നെയും കേരളം ആകമാനം മണിസഖാവിൻ്റെ പ്രവർത്തനം നേരത്തെ വ്യാപിപ്പിച്ചു തുടങ്ങിയിരുന്നുവെങ്കിൽ പാർട്ടിക്കത് മുതൽക്കൂട്ടാകുമായിരുന്നു എന്ന് പാർട്ടി ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുകയും അടുത്ത തവണയെങ്കിലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് രൂപീകരണം ഉണ്ടെങ്കിൽ അത് മണിസഖാവിനെ ഉൾപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമായിരിക്കും. ഞാൻ നേരത്തെ നാടൻ ഭാഷയിലേ പ്രസംഗിച്ചിട്ടുള്ളൂ. കാരണം അതിനുള്ള വിദ്യാഭ്യാസമൊക്കെ അല്ലേ ഉള്ളൂ. ഉന്നതമായ വിദ്യാഭ്യാസമൊന്നുമില്ല എനിക്ക്. നാടൻ ഭാഷയിലാണ്. പിന്നെ വായന, പഠനം, അതിൽ നിന്ന് കിട്ടുന്ന അറിവ് ഇത് വെച്ചാണ് ഞാൻ പ്രസംഗിച്ചിരിക്കുന്നത്. എൻ്റെ ജില്ലയിലും മോശമല്ലാത്ത നിലയിൽ പ്രസംഗിക്കും. പക്ഷേ മണക്കാട് പ്രസംഗം രാജ്യത്തെ പത്രമാധ്യമങ്ങൾ വലിയ തോതിൽ എനിക്കെതിരെ കൊണ്ടുവന്നു, ക്യാമ്പയിൻ നടത്തി പ്രസംഗത്തെപ്പറ്റി. ഒരു കണക്കിന് അവർ കൊണ്ടുവന്നതെല്ലാം എനിക്ക് വലിയ സഹായകരമാവുക ചെയ്ത്. മണിസഖാവ് സുപ്രീം കോടതി ഒരുപക്ഷെ വിട്ടിട്ടുണ്ടാവും. പക്ഷേ മണിസഖാവ് പ്രസംഗിച്ചത് ഒരിക്കൽ കൂടി എടുത്ത് വായിച്ചു നോക്കുമ്പോൾ ശരിയാണ്, ആ കാലഘട്ടത്തിൽ പാർട്ടി ഒരുപാട് കല്ലിലു കൂടിയും മുള്ളിൽ കൂടിയും ഒക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് മലയോര മേഖലയിൽ പാർട്ടി കെട്ടിപ്പടുത്തതെന്നൊക്കെ മണിസഖാവിന് വിശദീകരിക്കാം. എങ്കിൽ പോലും ഇത് ആളെ കൊല്ലുന്ന പാർട്ടിയാണെന്ന് തുറന്നു പറയുകയായിരുന്നു മണിസഖാവ്. അതിനകത്ത് ഏതെങ്കിലും ഒരു പോയിന്റ് അല്ല, കൊല്ലേണ്ടവരെ പാർട്ടി കൊല്ലുക തന്നെ ചെയ്യും, ഇനിയും കൊല്ലും. പീരുമേട്ടിൽ പാർട്ടി പ്രവർത്തകനായ അയ്യപ്പദാസനെ കൊന്ന ബാലുവിനെ വകവരുത്തിയത് ഇതിന് ഉദാഹരണമാണ്. ശാന്തമ്പാറയിൽ പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചവരെ പട്ടിക തയ്യാറാക്കി വകയിരുത്തി. ആദ്യത്തവനെ വെടിവെച്ച് കൊന്നു, ഒരാളെ തല്ലിക്കൊന്നു, മറ്റൊരുത്തനെ കുത്തിക്കൊന്നു. 13 പേരുടെ പട്ടിക തയ്യാറാക്കി 3 പേരെയാണ് കൊന്നത്. കോൺഗ്രസ്സുകാർ അവിടെ നിന്ന് കതറമിട്ട് രക്ഷപ്പെട്ടു. വെടിക്കെട്ടുകാരൻ്റെ പട്ടിയെ ഉടുക്കൂട്ടി പേടിപ്പിക്കേണ്ട എന്ന് മണിസഖാവ് മൈക്ക് വെച്ച് പ്രസംഗിക്കുകയാണ്. നിങ്ങൾ അതിനകത്ത് ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം എടുത്തുകൊണ്ട് ഇങ്ങനെ പറയുന്നതിൽ വലിയ പ്രസക്തിയില്ല. പ്രഭാത് പട്നായിക്കും VS ഒക്കെ മണിസഖാവിനെ തള്ളി പറഞ്ഞതാണ് അല്ലേ? പക്ഷെ ആ സാഹചര്യം എന്താണെന്ന് സംബന്ധിച്ച് മണിസഖാവിന് വിശദീകരിക്കാൻ കഴിയുമോ? ഞാൻ കഴിഞ്ഞ കാലഘട്ടത്തിൻ്റെ ചരിത്രം പറഞ്ഞു എന്നുള്ളതല്ലാതെ വേറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പണ്ട് നടന്നിരിക്കുന്ന സംഭവം ഈ 27 വർഷത്തിനുള്ളിൽ വിഭാഗീയതയുടെ ഭാഗമാകേണ്ടി വന്നിട്ടുണ്ടല്ലോ മണിയാശാന്. ആ വിഭാഗീയത ഇന്നും അവസാനിക്കുന്നില്ല എന്നും പടിയിറങ്ങുമ്പോൾ ഒരു ദുഃഖകരമായ സത്യമായി അങ്ങനെ ഇപ്പോൾ ഇല്ല. വളരെ ആശ്വാസം കണ്ടിരിക്കുന്നു എന്നുള്ള വിശ്വാസം എനിക്കുള്ളത്. ഇപ്പോൾ ഇടുക്കിയുടെ കാര്യത്തിലായാലും എറണാകുളത്തിൻ്റെ കാര്യത്തിലായാലും പ്രവർത്തന റിപ്പോർട്ടിൽ വിഭാഗീയത കമ്മീഷൻ റിപ്പോർട്ടിൽ തെളിഞ്ഞിട്ട് പോലും അവസാനിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ പാർട്ടി ദുർബലമായി പോയിട്ടില്ലേ? ഉദാഹരണത്തിന് ഇടുക്കിയിലെ 2 പേരുടെ കാര്യത്തിൽ, ഇപ്പം ബേബിയുടെയും ശിവരാജൻ്റെ അവരുടെ കാര്യത്തിൽ നായി പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. അവരെ PS ഇടപെട്ടു അതുകൊണ്ട് ഞങ്ങൾ കമ്മിറ്റി നിലനിർത്തിയെന്നൊന്നും പറയുന്നതൊന്നും തെറ്റാണ്. പിന്നെ പാർട്ടിയാകുമ്പം അതിനകത്ത് ചിലപ്പം വീഴ്ച വരുന്നവരുണ്ട്. ആ വീഴ്ചയൊക്കെ ചർച്ച ചെയ്ത് കറക്റ്റ് ചെയ്തങ്ങ് പോവും. അതല്ലേ, ഇത് വ്യക്തികളല്ലേ, പല വ്യക്തികൾ, പല ചുറ്റുപാടിൽ ജനിച്ചവർ, പല വർഗങ്ങളിൽ നിന്ന് വന്നവർ. അതുകൊണ്ട് തന്നെ ചിലപ്പം ആ വർഗത്തിൻ്റേതായ വർഗപരമായ സ്വഭാവങ്ങൾ ചിലപ്പം ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലുണ്ടാകാം. അങ്ങനെ ഉണ്ടായാൽ അതെല്ലാം ചർച്ച ചെയ്ത്, ഘടകങ്ങളിൽ ചർച്ച ചെയ്ത് വിമർശനവും സ്വയം വിമർശനവും നടത്തി ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ള സമ്പ്രദായമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്. ഇതിൻ്റെ റിസൾട്ട് എന്താണ്? TP ചന്ദ്രശേഖരൻ വധത്തിലെ 14ാം പ്രതിയായ P മോഹനെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ മണിയാശാനിൽ ആരോപിക്കപ്പെട്ടതുപോലെ ഈ പാർട്ടി ആളെ കൊല്ലുന്ന പാർട്ടിയാണെന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തിയിരിക്കുന്നു ഔദ്യോഗികമായി. ആ പറയുന്നതിൽ ഒരു കാര്യവുമില്ല. കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടതല്ലേ. ചുമ്മാ അതിലാണെന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അങ്ങേരെ ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും എല്ലാം കൂടെ കൂടി പിടിച്ച് 1066 ഞങ്ങളുടെ സഖാക്കളെ കൊണ്ടിട്ട് പീഡിപ്പിച്ച് അവരുടെ തലയെ കെട്ടിവെക്കാൻ ശ്രമിച്ച് കോടതി പോലും വെറുതെ വിട്ട് കളഞ്ഞ ആളാണ് മോഹൻ അടക്കമുള്ള
66 സഹാകൾ. ഒരു വിചാരണ കോടതി മാത്രമാണ് വെറുതെ വിട്ടത്. മണിയാശാന്റെ കാര്യത്തിൽ ഇപ്പോൾ പറയാം സുപ്രീം കോടതി അക്കാര്യത്തിൽ വിധി പറഞ്ഞു എന്ന്. പക്ഷേ പി മോഹന്റെ കാര്യത്തിൽ വെറും വിചാരണ കോടതിയാണ്. ഹൈക്കോടതിയിൽ അപ്പീൽ കിടക്കുകയാണ്. വിചാരണ കോടതി മോശമാണോ? സ്പെഷ്യൽ കോടതിയാണ്, പ്രത്യേക രൂപീകരിച്ച കോടതിയാണ്. അതാണ് ഒന്നും തെളിവില്ലല്ലോ, പിന്നല്ലേ വിട്ടുപോയത്. അതേസമയം ചിലരെ ശിക്ഷിച്ചു. ആ ശിക്ഷിച്ചവർക്ക് അതിനകത്ത് എന്തെങ്കിലും ബന്ധമുള്ളവരും കാണും. അത് മനസ്സിലായില്ലേ? അത് പക്ഷേ പാർട്ടി തീരുമാനിച്ചൊന്നും ചെയ്തതല്ലെന്ന് അന്നേ പാർട്ടി പറഞ്ഞിട്ടില്ല. ഇടുക്കിയിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ വടകര അടക്കമുള്ള മേഖലകളിൽ പോയി പ്രചരണം നടത്തിയ ആളാണല്ലോ മണിയാശാൻ. ഞാൻ പോയി അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. അവിടെ വടകരയിലെ ടി.പി. ചന്ദ്രശേഖരന്റെ ആ പ്രദേശത്ത് പാർട്ടി നിയോഗിച്ചിട്ടുള്ള അവസാന വാക്കായിരുന്നു പി മോഹനൻ. അവിടെ ടി.പി. ചന്ദ്രശേഖരനെ പോലെ ഒരാളെ പാർട്ടി കൊല്ലണമെങ്കിൽ അത് പി മോഹന്റെ അനുവാദത്തോടെയോ ആസൂത്രണമില്ലാതെയോ നടക്കുമെന്ന് മണിയാശാന് തോന്നുന്നുണ്ടോ? ടി.പി. ചന്ദ്രശേഖരന് എന്തെല്ലാമോ ഉള്ള ആവശ്യമില്ലാത്ത ബന്ധങ്ങളും വഴിവിട്ട ഏർപ്പാടും എല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രതിഫലനമാണ് ചന്ദ്രശേഖരൻ വധം എന്ന് ഞാൻ കരുതുന്നു. മണിയാശൻ ഇത്രയും കാര്യം ആലോചിച്ചാൽ മതി. അതായത് പാർട്ടിക്കൊരു നിലപാടെടുത്ത് മുന്നോട്ട് പോകാം. ഇപ്പം പി മോഹനെ ജില്ലാ സെക്രട്ടറി ആക്കാൻ ഉദ്യോഗപക്ഷം തീരുമാനിച്ചാൽ മാത്രം മതി. കാരണം എതിർ ശബ്ദങ്ങളെല്ലാം അവസാനിച്ചു. പക്ഷേ ഇത് പൊതുസമൂഹത്തെ എങ്ങനെ ബോധ്യപ്പെടുത്തും എന്നുള്ളതാണ്. മണിസഹാവിൻ്റെ പ്രസംഗം ഞാൻ നേരത്തെ വായിച്ചല്ലോ. കോടതി വിധി തന്നെ എടുത്താൽ ടി.പി. ചന്ദ്രശേഖരനെ വധിച്ചത് വ്യക്തിവിരോധം മൂലമല്ല, അത് പാർട്ടിയുടെ വിരോധം മൂലമാണ് എന്നുള്ളത് കോടതി വിധിയിൽ തന്നെയുണ്ട്. കോഴിക്കോട് 2 ലോക്സഭാ സീറ്റുകളാണുള്ളത്. ഒന്ന് കോഴിക്കോടും 2 വടകരയും. ഇവർ കേരളത്തിൽ 20 മണ്ഡലങ്ങൾ എടുത്താൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും CPM മണ്ഡലങ്ങളായിരുന്നു. അത് രണ്ടും തോറ്റു. എന്നിട്ടും പാർട്ടി ഈ പറയുന്ന രീതിയിലുള്ള ഒരു ഔദ്ധത്യം കാണിക്കുന്നത് പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകറ്റില്ലേ? അതൊക്കെ മാറുമെന്നേ. എല്ലാം മാറുകയല്ലേ. പിന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ കുറേ മെച്ചപ്പെട്ട നിലയല്ലേ ഞങ്ങൾ പ്രകടനം നടത്തുക. അതിന് മുമ്പത്തേലും വോട്ടിൻ്റെ ശതമാനം കൂടി, കുറേ ലക്ഷം വോട്ട് കൂടുതൽ കിട്ടി. 4 സീറ്റായിരുന്നു, 8 സീറ്റ് നേടി. രാജ്യത്താകെ ഇടതുപക്ഷത്തിന് തിരിച്ചടി കിട്ടിയപ്പം ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു, കുറേ മെച്ചപ്പെട്ടു ഞങ്ങളുടെ നിലയെന്നല്ലേ കാണുന്നത്. അതുകൊണ്ട് ഇനി ഇതിലും കൂടുതൽ ശക്തിപ്പെടും. എതിർ പാർട്ടിക്കാരെയും പാർട്ടി വിട്ടുപോയി പാർട്ടിക്ക് ഭീഷണിയാകുന്നവരെയും വകവരുത്തുന്ന പാർട്ടി സ്വാഭാവികമായും ടി.പി. ചന്ദ്രശേഖരൻ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയാൽ എന്ത് ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം. യഥാർത്ഥത്തിൽ ടി.പി. ചന്ദ്രശേഖരനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കേസ്. ചർച്ച നടന്നുകൊണ്ടിരിക്കുകയും വി.എസ്. അച്യുതാനന്ദൻ അവിടെ ചെന്ന് പ്രസംഗിക്കുകയും തൊട്ടടുത്ത ദിവസം തന്നെ പിണറായി വിജയൻ കുലംകുത്തികൾ തന്നെ എന്ന് പ്രസംഗിക്കുക, അത് ബ്ലോക്ക് ചെയ്യും. അതൊരു കാര്യമാണ്. കൊലംകുത്തി എന്നൊക്കെ പറഞ്ഞാൽ അതിന് കാരണമുണ്ട്. ഒന്ന്, പ്രസ്ഥാനത്തിന് ദ്രോഹം ചെയ്ത് പ്രസ്ഥാനത്തെ തകർക്കാൻ, പ്രസ്ഥാനത്തിൻ്റെ ഉപ്പും ചോറും തിന്ന് വലിയ ആളായി കഴിയുമ്പം ഇതിൻ്റെ മണ്ട കയറിയിരുന്നുകൊണ്ട് ഇതിന് വിട്ടു പണിയുന്നവരെ കൊലംകുത്തി എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി പദം ആലപ്പുഴയിൽ ഒഴിയുകയാണ്. അദ്ദേഹം പാർലമെന്ററി പാർട്ടി രംഗത്ത്. പിണറായി വിജയനെ മുന്നിൽ നിർത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വിജയിക്കാൻ കഴിയുമോ? ഇപ്പോഴും പിണറായി വിജയൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പോലും ഇപ്പോൾ പറയാൻ കഴിയില്ലല്ലോ. അത് വരുമ്പോൾ പറയേണ്ട കാര്യമില്ലേ? ഞാൻ എന്തിനേയും മുൻകൂട്ടി കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണുന്നു. സെക്രട്ടറിഷിപ്പ് ഒഴിവാകണം എന്നുള്ളത് ട്രെയിൻ പൂർത്തിയാക്കിയത് കൊണ്ടാണ്. പക്ഷേ സെൻട്രൽ കമ്മിറ്റിക്ക് വേണമെങ്കിൽ തുടരണമെന്ന് വേണമെങ്കിലും തീരുമാനിക്കാം. അതും പറയാൻ അല്ല, അത് അദ്ദേഹം പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ മഹത്വം. ഞാൻ തുടരാനില്ല, താല്പര്യമില്ല. ഞാനും പറഞ്ഞല്ലോ, ഞാൻ നിശ്ചയമായി ഒഴിവാകണം എന്ന്. കാരണം വേറെ ആളുകൾ വേണ്ടേ, അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. പിണറായി തുടരണം എന്ന് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ച് അഭ്യർത്ഥിച്ചെന്നാൽ ഇവിടെ അതിനുള്ള സംസ്ഥാന കമ്മിറ്റിയിൽ അതിനുള്ള ആ അഭിപ്രായത്തിന് മുൻതൂക്കം ഉണ്ടെങ്കിൽ ഇനിയും വേണം തുടരാം. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒഴിവാകുമെന്ന് പറഞ്ഞു. അതിന് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമാണ്. ഓരോരുത്തർക്കും ഇക്കാര്യത്തിൽ വ്യക്തിപരമായ അഭിപ്രായവും പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. കാരണം പാർട്ടിയുടെ തീരുമാനം നിൽക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞാനതുകൊണ്ടല്ലേ ഞാൻ ഒഴിവാകുമെന്ന് മുൻകൂട്ടി തന്നെ ഞാൻ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഈ പിണറായി എന്ന് പറയുന്നത് ആൾ ക്രൂരനാണ്, ആള് വർത്തമാനം പറയില്ല എന്നൊക്കെയുള്ള ചുമ്മാ പറയുന്നല്ലേ. ഈ ആളെ പിടിച്ച് മുൻനിർത്തി വളരെ പിണറായി എന്ന് പറയുന്ന പാർട്ടി നേതാവ്, പോളിറ്റ് ബ്യൂറോ മെമ്പർ, ഇപ്പം ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി, എനിക്കൊക്കെ ഏറ്റവും വലിയ ആരാധനയുള്ള ആളാണ്. അന്ന് മുതൽ, പണ്ട് മുതലത്, ചെറുപ്പം മുതലത്. അതാണ് അങ്ങേരിപ്പം കണ്ണൂരിൽ നിന്നും പറ്റുമല്ലോ വലിയ ഭൂരിപക്ഷത്തിനല്ലേ ജയിച്ചുകൊണ്ടിരുന്നത്. അതെങ്ങനെ സംഭവിച്ചു? അന്ന് അതിൽ ജയിക്കുക എന്ന് പറയുന്നത് വലിയ സംഭവമല്ല എന്ന് മനസ്സിലാക്കാൻ. കേരളം ആകമാനം പോസ്റ്റർ അടിച്ച് ഈ മുഖം പ്രദർശിപ്പിക്കുമ്പോൾ ഒരു പ്രശ്നം വലിയ തോതിൽ ടി.പി. ചന്ദ്രശേഖരനെ കൊന്നത് പോലും പിണറായി വിജയനാണെന്നാണ് കെ രമ പറയുന്നത്. അത് ചുമ്മാ അവർക്ക് ചുമ്മാ ഭർത്താവ് മരിച്ചതിൻ്റെ ഒരു
മനോവിഷമം ഉണ്ടാകാം രമ എന്ന് പറയുന്ന സഖാവനെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് പിണറായി വിജയൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മാർക്സിസ്റ്റ് പാർട്ടി ഉയർത്തിക്കാണിച്ച പാർട്ടിക്ക് തിരികെ വരാൻ കഴിയുമോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു തീരുമാനം PVO എടുത്താൽ വലിയ തോതിൽ അതിന് സ്വീകാര്യത കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്തുകൊണ്ടെന്നാൽ ഒന്നിപ്പം ഇവിടെ ഉമ്മൻചാണ്ടിയുടെ കഴിഞ്ഞ 3.5 വർഷത്തെ ഭരണം ഇത്രയും നെറികെട്ട ഒരു ഭരണം, ഒരു സമരവും ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള CPM-ന് വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എത്രയോ സമരങ്ങൾ ജയിച്ചു. ഇത് അഡ്ജസ്റ്റ്മെന്റ് സമരമാണ് എന്ന് പറയുന്നത് മാധ്യമങ്ങൾ. അത് പന്ന്യൻ രവീന്ദ്രനല്ലേ പറഞ്ഞത്? പന്ന്യൻ രവീന്ദ്രൻ അങ്ങനെ എന്തെല്ലാം പറയുന്നു. രണ്ടാമത്തെ നേതാവാണ് പന്ന്യൻ രവീന്ദ്രൻ അങ്ങനെ എന്തെല്ലാം പറയുന്നു. അതെല്ലാം കേട്ട് വിഴുങ്ങാനാണോ ഞങ്ങൾ പോവുക? അതില്ല, ഞങ്ങൾ ശരിയായ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളും, അത്രയേ ഉള്ളൂ. എത്രയോ സമരങ്ങൾ ജയിച്ചിരിക്കുന്നോ? നടത്തിയ എല്ലാ സമരവും ജയിക്കുമോ? ഇല്ല. ഇപ്പം വിലക്കയറ്റം തടയണം, ഉദാഹരണം. ആ സമരം എവിടെ പോയി ജയിക്കുമെന്നാണ് പറയുന്നത്? ഒരു ക്യാമ്പയിനും പ്രക്ഷോഭങ്ങളും നടത്താൻ പൊതുജനങ്ങളെ അണിനിരത്തി ഭരണാധികാരികളെ ബോധ്യപ്പെടുത്താം വിലക്കയറ്റം രൂക്ഷമാണെന്ന്. പിണറായി വിജയൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുമ്പോഴാണ് VS അച്യുതാനന്ദനോട് ഒരു ടെലിവിഷൻ ചാനൽ ചോദിക്കുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന്. ഞാൻ വീഴും വരെ രാഷ്ട്രീയത്തിൽ സക്രിയമായി തുടരും എന്നാണ് VS അച്യുതാനന്ദൻ്റെ മറുപടി. അതായത് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന് സീറ്റ് വേണം എന്നൊന്നും അങ്ങേരങ്ങ് പറഞ്ഞാൽ നടക്കണമെന്നുണ്ടോ? ഞാൻ മരിക്കുന്നവരെ ഞാനിങ്ങനെ ഇനിയും മത്സരിക്കുമെന്നൊക്കെ MM മണി പറഞ്ഞാൽ ആര് പരിഗണിക്കുന്നു അവിടെ നിന്ന്? നിങ്ങൾ ചുമ്മാ തമാശ ചോദിക്കുകയല്ലേ എന്നോട്? ഞാൻ പറയാം, ഞാൻ ഇന്ന സ്ഥാനത്ത് തുടരും, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. ഈ പാർട്ടിക്കകത്ത് നിൽക്കുന്ന പ്രകാശ് കാരാട്ട് മുതൽ എല്ലാവരും ഇങ്ങനെ പറഞ്ഞാണോ പോകുന്നത്? അതുകൊണ്ട് അങ്ങനെ അങ്ങ് പറഞ്ഞെന്നാൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറഞ്ഞാണോന്ന് ഞാൻ കേട്ടില്ല. എങ്കിലും അതൊന്നും ആളുകൾ വലിയ ഗൗരവമായി എടുക്കുകയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയാക്കണം, നിയമസഭാ സീറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞ് ആദ്യം പ്രമേയം പാസ്സാക്കി അയച്ചത് ഇടുക്കി ജില്ലാ സെക്രട്ടറി ആയ MM മണി ആയിരുന്നു. ഞാനല്ല, ജില്ലാ കമ്മിറ്റി പ്രമേയം പാസ്സാക്കിയെന്ന് പറഞ്ഞാൽ ശരി. അതൊരു കാര്യമാണ്. ഈ നികേഷനെ പറ്റി എനിക്കൊരു ധാരണ തോന്നുക. അപ്പം നികേഷനോട് എനിക്കൊരു സ്നേഹവും സിമ്പതിയും തോന്നുന്നു. കൊള്ളാം, മാധ്യമരംഗത്തേക്ക് നല്ലൊരു പ്രവർത്തകനാണ്, കേരളത്തിൽ മെച്ചപ്പെട്ട ആളാണ്, കൊള്ളാവുന്ന ആളാണെന്ന് തോന്നുന്നു. അതേസമയം നമ്മൾ തങ്ങളിൽ അടുത്ത് കഴിയുമ്പം നികേഷിനെ നമുക്ക് അടുക്കാൻ വയ്യാത്ത വേറെ സോക്കേടും കുഴപ്പവും ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? നമ്മളങ്ങ് മാറുമ്പോഴൊക്കെ അത്രയേ ഉള്ളൂ, വേറെ വലിയ കാര്യമൊന്നുമില്ല. മൂന്നാറ് സമയത്താണല്ലോ ഈ പറയുന്ന രീതിയിലൊരു അടുപ്പത്തിൽ ചില കെട്ടുനാർച്ചകളുണ്ട് എന്ന് മനസ്സിലാവാൻ തോന്നിയത്. അതെ, ഇത് തോന്നിയപ്പോൾ വല്ലാത്ത രീതിയിൽ ഖേദം തോന്നിയോ? ഇത്രയും കാലം ഇല്ല, അങ്ങനൊന്നും തോന്നിയില്ല. വെള്ളം കോരിയതും എല്ലാം തന്നെ. EMS ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് സംസ്ഥാന സമിതി യോഗത്തിൽ EMS-നെ VS അച്യുതാനന്ദന് വേണ്ടി വിമർശിച്ച ആളാണ് മനുഷ്യൻ. അതൊക്കെ വിമർശിച്ചിട്ടുണ്ട്. അത് VS അച്യുതാനന്ദന് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി, എൻ്റെ പാർട്ടി ധർമ്മം പാലിക്കാൻ വേണ്ടി ഞാൻ വിമർശിച്ചിട്ടുണ്ട്. അത് പലപ്പോഴും വേണ്ടി വരും. അത് ആ കാര്യത്തിൽ ഇനിയും നാളെയും അതെല്ലാം ചെയ്യേണ്ടി വരുമെന്ന് വിശ്വസിക്കുകയാണ്. VS അച്യുതാനന്ദനുമായി മണിയാസാന് ഉറച്ച ബന്ധമായിരുന്നു. ഞാൻ മണിയാസാൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. മണിയാസാൻ്റെ ചുമരിൽ തൂങ്ങുന്ന ഏക ചിത്രം VS അച്യുതാനന്ദൻ്റെ ചിത്രമാണ്. VS അച്യുതാനന്ദനുമായി ബന്ധം വേർപ്പെടുത്തിയതിന് ശേഷം പോലും. അപ്പം നിങ്ങൾ തമ്മിൽ ഒരു അഗാധമായ അടുപ്പം ഉണ്ടായിരുന്നു, ഒരു ഗാഠബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തിൽ വിള്ളൽ വീഴാൻ എന്തായിരുന്നു മണിയാസാൻ കാരണം? അതൊന്നുമില്ല, അതൊക്കെ എപ്പോഴും ബന്ധമുണ്ടല്ലോ. ഇപ്പോൾ ഈയിടെ വന്നില്ല മൂന്നാറിൽ, സ്നേഹം തന്നെ. അതിപ്പോൾ മൂന്നാറിൽ വരുന്നതിന് മണിയാസാൻ്റെ പെർമിഷൻ ഒന്നും വേണ്ടല്ലോ. അല്ലെന്നേ, ഞങ്ങളുടെ സമ്മേളനത്തിൽ വന്നത്. അതെ, അത് ഞങ്ങളുടെ അല്ല, സമ്മേളനത്തിൽ വന്നു. ഞാനവിടെ പോയി സമ്മേളനത്തിൽ അദ്ദേഹത്തെ കണ്ടു, സ്വീകരിച്ചു, വർത്തമാനം പറഞ്ഞു. അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ ശരിയല്ലാത്ത കാര്യം പറഞ്ഞ് അതും പബ്ലിക്കിലേക്ക് കൊണ്ടുവന്നാൽ അത് ശരിയല്ല എന്ന് തന്നെ പറയുന്നു. സംഘടനാ രംഗത്ത് VS-ന്റെ പോക്ക് ശരിയല്ല എന്ന് കണ്ടപ്പോഴാണോ ആ ഒരു ബന്ധം അങ്ങോട്ട് അവസാനിപ്പിച്ചത്? പിന്നെ അതല്ലേ, അല്ലെന്നൊരു ഇപ്പം ശരിയാകില്ലായിരുന്നല്ലോ. ഒരു ഒറ്റുകാരനായി VS-നെ അങ്ങനെ ഞാനൊന്നും പറയുന്നില്ല. ഇതേ മണക്കാട് പ്രസംഗത്തിൽ തന്നെ ഒറ്റുകാരനായി VS അച്യുതാനന്ദനെ കണ്ടു. ഞാനങ്ങനൊന്നും പറഞ്ഞില്ല. ചുമ്മാ കണ്ടില്ലേ, ആവശ്യമില്ലാതെ തന്നെ ഈ സമയത്ത് ഈ ഒറ്റുകാരന് ഒരു പാർട്ടിക്കാരൻ ഒരു കാര്യമാണ്, കമ്മ്യൂണിസ്റ്റുകാരനാകാൻ കഴിയില്ല. ഞാനൊരു കാര്യം, ഒറ്റുകാരന് കമ്മ്യൂണിസ്റ്റുകാരനാകാൻ കഴിയില്ല. അതൊരു കാര്യമാണ്, അതൊക്കെ നോക്കേണ്ട കാര്യമാണ്. ഞാനാണേലും പരിശോധിക്കുന്ന, ഞാൻ വിശ്വസിക്കുന്ന പ്രത്യാശാസ്ത്രത്തെ, ആ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ, എൻ്റെ സഹപ്രവർത്തകരെ, മനസ്സിലായില്ലേ,
അവരോട് വിശ്വസ്തതയും സ്നേഹവും പുലർത്തേണ്ട ബാധ്യത, പ്രത്യാശാസ്ത്രത്തിനോട് നമ്മുടെ ദൗത്യം നിറവേറ്റേണ്ട ബാധ്യത എല്ലാം ഉള്ളതാണ്. അതിൽ നിന്നും വ്യതിചരിക്കാൻ ആർക്കും കഴിയില്ല. അതാരാണേലും അത്. പാർട്ടി അച്ചടക്കം ലംഘിക്കുന്നവർക്കെതിരെ, വിഭാഗീയ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ കർശനമായ നടപടി എടുത്തിട്ടുണ്ട്. അവരെ എല്ലാം തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് ക്യാപിറ്റൽ പണിഷ്മെന്റ് തന്നെ നൽകിയിട്ടുണ്ട്. ഇപ്പൊ MV രാഘവനെ ആയാലും KR ഗൗരിയമ്മയായാലും ചാത്തുണ്ണി മാഷ, അങ്ങനെ നിരവധി പേരെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. എന്തുകൊണ്ട് VS അച്യുതാനന്ദന് തെറ്റുപറ്റി എന്ന് പാർട്ടി കണ്ടെത്തിയിട്ടും പാർട്ടിക്ക് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ കഴിയുന്നില്ല? അതൊക്കെ പാർട്ടി നടപടിയെടുക്കേണ്ടത് സെൻട്രൽ കമ്മിറ്റിയും PB ഒക്കെയാണ് അത് സംബന്ധിച്ച് നിലപാടെടുക്കേണ്ടത്. അവർ എടുക്കാതിരിക്കുന്നതിന് എന്തെങ്കിലും കാര്യം കാണും. ഞാൻ നേരത്തെ പറഞ്ഞവരെല്ലാം തന്നെയും സംസ്ഥാന ഘടകത്തിന് കീഴിൽ പ്രവർത്തിച്ചവരായിരുന്നു. സംസ്ഥാന നേതൃത്വത്തിന് നടപടിയെടുക്കാൻ കഴിയുമായിരുന്നു. ഇവിടെ നിന്ന് പോയവർക്ക് ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്നത് സംബന്ധിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തിൻ്റെ പിന്തുണയും ഉണ്ടായിരുന്നു. VS അച്യുതാനന്ദനെ സംബന്ധിച്ചിടത്തോളം കേരളം വിട്ട് കേന്ദ്രത്തിലേക്ക് പോയപ്പോൾ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പാർട്ടിയിൽ സ്വാധീനം കേന്ദ്ര നേതൃത്വത്തിന് ഇല്ലാതെ പോയത് ഒരു കാരണമാണോ? എന്തോ ഞാനതങ്ങനെ പരിശോധിച്ചിട്ടില്ല. പരിശോധന നടത്തുമായിരിക്കും ഇനി ഭാവിയിൽ. കാരണം ഇനിയുണ്ടല്ലോ കാലഘട്ടത്തിൽ. ഇനി സമ്മേളനങ്ങളെല്ലാം അല്ലേ വരുന്നത്, നമുക്ക് നോക്കാം. കേരള കോൺഗ്രസിനെ മുന്നണിയിൽ എടുക്കുന്നത് സംബന്ധിച്ച് പാർട്ടിയിൽ സജീവ ചർച്ച നടത്തുന്നു സമീപകാലം വരെ. കേരള കോൺഗ്രസിനെ തന്നെ പാർട്ടിയിൽ മുന്നണിയിൽ എടുക്കുന്നത് സംബന്ധിച്ച് എന്തായിരിക്കും മണിയാശാൻ്റെ ഉപദേശം? കേരള കോൺഗ്രസും LDFിനകത്ത് പോകുന്നതിൽ എന്ത് തടസ്സം? കാരണം കഴിഞ്ഞ ദിവസം വരെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ PJ ജോസഫ് അടക്കമുള്ള കേരള കോൺഗ്രസ് LDFിനുണ്ടായിരുന്നല്ലോ. അവർ പോകാനുള്ള കാരണം എന്താണെന്ന് അവർ പറഞ്ഞിട്ടില്ല. ഞങ്ങളോട് അവർക്ക് വേറെ, പാർട്ടിയോട് വേറെ വിമർശനം അവർ ഉന്നയിച്ചിട്ടുമില്ല. അത് എന്തെങ്കിലും ആവട്ടെ. കേരള കോൺഗ്രസിനെ എന്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉൾപ്പെടുത്തി കൂടാ? എന്തുകൊണ്ട്? കാരണം ഇക്കാലം ഇത്രയും ഉണ്ടായിരുന്നല്ലോ, പണ്ടും ഉണ്ടായിരുന്നു. മാണിയുമായും LDFിലുണ്ടായിരുന്നല്ലോ. മാണി പണ്ട് നായനാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ. അങ്ങനെ ഉണ്ട്. എന്തുകൊണ്ട് പാടില്ല? ഇപ്പം പിന്നെ ഇതൊക്കെ ചെമ്മ ഓരോ താല്പര്യം വെച്ച് മാണി ആകെ എടുക്കുന്നതിനെ കുറിച്ചാണോ അതോ ജോസഫിനെ മാത്രം ഊരിയെടുക്കുന്നതിനെ കുറിച്ചാണോ? അങ്ങനൊന്നും ഇപ്പം ചർച്ച ചെയ്തിട്ടേ ഇല്ല. ഈ മാണിക്കെതിരെ 1 കോടി രൂപയുടെ ആക്ഷേപം വരുമ്പോൾ 1 കോടി രൂപ ആക്ഷേപമുള്ള ആളെ എടുക്കാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ എടുത്തില്ലല്ലോ. ഇപ്പം ചർച്ച ചെയ്ത പോലും ഇല്ലല്ലോ. ഇപ്പം ചർച്ചയിൽ പോലും പാർട്ടിയുടെ അജണ്ടയിൽ പോലും അതുകൊണ്ടെന്ന് പാർട്ടി പറഞ്ഞിട്ടില്ലല്ലോ. കേരള കോൺഗ്രസിന് പാർട്ടി ഇതുവരെ അങ്ങനെ ഒരു ചർച്ചയും തീരുമാനം എടുത്തിട്ടില്ല. പക്ഷേ മുൻകാല അനുഭവം വെച്ച് കേരള കോൺഗ്രസിനെ എന്തുകൊണ്ട് LDFിൽ എടുത്തുകൂടാ? മുൻപെടുത്തിട്ടുണ്ടല്ലോ, ദീർഘനാളുകൾ തുടർന്നല്ലോ. പിന്നെ ഇപ്പം വേണ്ട എന്ന് പറയുന്നത് എന്തോ നിക്ഷിപ്ത താല്പര്യം വെച്ചാണെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. കേരള കോൺഗ്രസിന് എടുക്കുകയാണ് എങ്കിൽ ആ തരത്തിലുള്ള ഒരു ചർച്ച വരികയാണെങ്കിൽ മണിയാശാന്റെ ഭാഗത്ത് നിന്ന് പൂർണ്ണ സഹകരണവും പിന്തുണയും ഉണ്ടാവും. അത് വരട്ടെ, നോക്കാം. അതങ്ങനെ കേസ് വരുമ്പോഴില്ലേ അതേപ്പറ്റി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫ്രാൻസിസ് ജോർജ് ചോദിച്ചതല്ലേ ഞാൻ നിന്നോട്ടെ എന്ന്. അപ്പോ മണിയാശാൻ പറഞ്ഞു സമയം കഴിഞ്ഞു പോയി എന്ന്. അത് യഥാർത്ഥത്തിൽ തെറ്റി. ആ മനുഷ്യൻ ഒരിക്കലും അങ്ങനെ ഇവിടെ സ്ഥാനാർത്ഥിയാകാമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒരിക്കലും ഫ്രാൻസിസ് ജോർജ് സ്ഥാനാർത്ഥിയാകാമോ എന്നങ്ങോട്ട് ചോദിച്ചിട്ടുമില്ല. ഇതെല്ലാം ഈ മാധ്യമങ്ങൾ ഇങ്ങനെ പറഞ്ഞു. എന്നോട് മാധ്യമങ്ങൾ അവസാനം ചോദിച്ചാൽ പറഞ്ഞു, ഇനിയിപ്പോൾ അതേപ്പറ്റി ചിന്തിക്കാൻ പോലും സമയമില്ലല്ലോ, സമയം പോയല്ലോ എന്നും പറഞ്ഞു. യഥാർത്ഥത്തിൽ ഫ്രാൻസിസ് ജോർജ് ആ കാര്യത്തിൽ മാന്യമായ നിലപാടെടുത്തതെന്ന് ഞാൻ നിന്നോട്ടെ. പക്ഷേ ഇവരെ കുറിച്ചൊക്കെ നല്ല മതിപ്പാണ്, വളരെ മതിപ്പോടു കൂടിയാണ് ഇപ്പോൾ മണിയാശാൻ പാർട്ടിയെ കുറിച്ച് പറയുന്നത്. അതായത് ആ ജോസഫ് വിഭാഗം ഉണ്ടല്ലോ, ഇടുക്കിയിൽ സ്വാധീനമുള്ള കേരള കോൺഗ്രസിലെ ഗ്രൂപ്പ് ജോസഫ് ഗ്രൂപ്പാണല്ലോ, ആ ഗ്രൂപ്പിനെ ആകെ എടുക്കുന്നതിനെ കുറിച്ച് അതിലെ ആളുകളെ കുറിച്ച് എല്ലാം നല്ല മതിപ്പാണ് മണിയാശാൻ. അതൊന്നും അവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് വേറെ ദ്രോഹമൊന്നും അവർ ചെയ്തിട്ടില്ലല്ലോ. പിന്നെ മതിപ്പില്ലാതാകാൻ തക്ക കാര്യം വേണ്ടേ? പിന്നെ ഇപ്പം മാണിയുടെ പുതിയ കേസ് ബാറ് ഞാൻ പറയാം, ഇപ്പം മാണിയുടെ കേസ് 20 കോടി രൂപ കോൺട്രാക്ടർമാർ കൊടുത്തു എന്നാണ്. അതിപ്പോൾ 1 കോടിയാണ് മാണി മേടിച്ചത്, ബാക്കി പിന്നെ ആരും മേടിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നമെന്നാണ്. അത് ഉമ്മൻചാണ്ടിയും ബാബുവും എല്ലാവരും കൂടെ കൂടിയാണ്. തന്നാലാകും വിധം അവരെല്ലാം കൂടെ കൂടി അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഞാൻ വീണ്ടും VS അച്യുതാനന്ദനിലേക്ക് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അതിന് മുമ്പ് ഈ VS അച്യുതാനന്ദന് എറണാകുളം ജില്ലയായിരുന്നു അവസാനം ഉണ്ടായിരുന്നത്, അതുകൂടി നഷ്ടപ്പെടുകയാണ്.
നിയമസഭാ തെരഞ്ഞെടുപ്പ് വീണ്ടും മത്സരിക്കാനുള്ള ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്തായിരിക്കുമെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് പിണറായി വിജയൻ പാർലമെന്ററി രംഗത്ത് വരുന്നു, കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആകുന്നു, എൻ്റെ റോൾ പാർട്ടിയിൽ ഇല്ലാതാവും എന്ന് ഭയക്കുന്ന VS അച്യുതാനന്ദൻ മുൻകൂട്ടി എറിയുകയാണോ? അദ്ദേഹം ഒരു പ്രത്യേക രീതിയും പ്രത്യേക പ്രവർത്തന രീതിയുടെ ആൾ തന്നെയാണ്. വലിയ സേവനം ചെയ്ത ആളാണ്. 90 വയസ്സ് കഴിഞ്ഞിട്ടും ഇപ്പോഴും ഇങ്ങനെയൊക്കെ നിൽക്കുന്നു എന്ന് പറയുന്നത് നിസ്സാര കാര്യമില്ല ആയിട്ടൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷെ ഒരു കാര്യമാണ്, ഇതിനെല്ലാം എല്ലാ സേവനത്തിനും ഒരു പരിധിയില്ലേ. ഞാൻ കണ്ടാൽ മതിയോ എല്ലാം, നമ്മൾ അല്ലെ ഞങ്ങൾ എന്ന് കാണണ്ടേ? അവിടാണ് അദ്ദേഹത്തിനുള്ള ദോഷം. പാർട്ടിയിൽ റിട്ടയർമെന്റ് പ്രായം ആവശ്യമാണെന്ന് നിശ്ചയം വേണമല്ലോ. സെൻട്രൽ കമ്മിറ്റിയുടെ നിലപാട് ഇപ്പോൾ അതാണല്ലോ. കുറേ സഹാക്കളെ അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ടല്ലോ. വയ്യാത്ത വന്ന ആളുകൾ ഒഴിവായിട്ടുണ്ട്. ഇവിടെയും അങ്ങനെ വേണ്ടി വരും. ഇപ്പം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തന്നെ വയ്യാതെ വന്ന രോഗമൊക്കെ വന്ന സഹകളെ ഒഴിവാക്കി. പക്ഷേ താഴെ ഘടകത്തിൽ നിർത്തും, അവരെ സംരക്ഷിക്കും. അങ്ങനെ റിട്ടയർമെൻറ്റ് വേണം. റിട്ടയർമെൻ്റ് ആകുന്ന സഹകളെ വയ്യാതെ വരുന്നവരെ സംരക്ഷിക്കാനുള്ള സംവിധാനവും വേണം പാർട്ടിക്ക്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും VS അച്യുതാനന്ദന് സീറ്റ് കൊടുക്കാൻ കഴിയുന്നൊരവസ്ഥ പാർട്ടിക്കില്ല എന്നൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഞാനിതൊക്കെ കയറി എങ്ങനെ പറയും? ഞാനൊരു സംസ്ഥാന സമിതി അംഗമല്ലേ. ഒരു 94 വയസ്സുകാരന് പാർട്ടി സീറ്റ് കൊടുക്കാമോ പാർട്ടിയുടെ ഭരണഘടനയനുസരിച്ച്? അതൊക്കെ വരട്ടെ, നോക്കാം കാര്യം. അതൊക്കെ പാർട്ടി ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ കയറി വ്യക്തിപരമായി എന്തെങ്കിലും പറയുന്നതൊന്നും ശരിയല്ല. വളരെ നന്ദി. മമ്മണി ക്ലോസ് ആൻഡ് കോട്ടൺ. ഓക്കെ.